ഇന്ന് എൻ്റെ പ്രേക്ഷകർ കുറേ പേര് ആഗ്രഹിച്ചതാണ് എന്താ പറയുക, കുറെ കാര്യങ്ങൾ അറിയണമെന്ന്. കാര്യം ഇൻ ദ സെൻസ്, ഒരു ചേച്ചി ഈ ആസ്ട്രോളജി വൈസ്, വാസ്തു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയുന്ന ഒരാളെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് ഒന്ന് കൊണ്ടുവരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്. പക്ഷെ ഞാൻ പേരിപ്പോൾ പറയുകയല്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടിച്ചെന്ന് എൻ്റെ കുക്കിംഗ് ഒന്നും കാണാതെ വേഗം പോയി പണിയെല്ലാം തീർത്തേച്ച് അത് വരും. അത് പറ്റത്തില്ല. ഫസ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂർഗ് ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. കൂർഗ് എന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ പറയാം, നമ്മുടെ ഇന്നലെ എന്നുള്ള സിനിമയില്ലേ, അത് അവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണലി ഉള്ള ഒരു ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. ഇതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി, പിന്നെ അന്നേൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി പുളിയുടെ വെള്ളമാണ്. ഇത് ഏത് പുളിയാണെന്നറിയാവോ? വാളം പുളിയാണ്, നമ്മുടെ സാമ്പാർ പുളി. പിന്നെ ഇതൊരു 1 കിലോ ചിക്കൻ കാണും. പിന്നെ വേണ്ടിയത് ഇച്ചിരി മല്ലിപ്പൊടി, ജീരകം, പട്ട, കുറച്ച് ഗ്രാമ്പു. ഇതെന്നാന്നോ, കുറച്ച് തേങ്ങ തിരുമിയതാ. ഇത് നമ്മൾ വറക്കൊന്നുമില്ല, ഇത് അങ്ങനെ തന്നെ അരക്കുകയാണ്. 1 കപ്പ് മതിയാവും 1 കിലോ ചിക്കന്. ഇതിനകത്തും കശകശ ധാരാളം വേണം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതൊരു 2 സവാള, വലിയ മുഴുത്ത 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണ്. പിന്നെ ഒരു 5-6 പച്ചമുളക്, 5-6 ഇല്ലെങ്കിലും മിനിമം 4 പച്ചമുളകെങ്കിലും വേണേ. പിന്നെ ഉള്ളത് കുറച്ച് മല്ലിയില. ഇനിയിപ്പോൾ ഇത് മല്ലിയില തന്നെയല്ല, കറിവേപ്പില ആന്നേൽ അങ്ങനെ ആയാലും മതി, കുഴപ്പമില്ല. ഫസ്റ്റ് ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നില്ല. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതെന്താണെന്നറിയോ, എപ്പോഴും ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഈ പെട്ടെന്ന് ഇറച്ചിക്കറിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പാടാ. അത് ഇച്ചിരി ഒന്ന് പിടിക്കട്ടെ. ഇത് കറക്റ്റ് നമ്മുടെ ഗ്രേവിക്കുള്ള കണക്കായിരിക്കണം. അതായത് 1 കിലോയ്ക്ക് ടീസ്പൂൺ കണക്ക് എടുക്കുവാന്നുവെങ്കിൽ 4 ടീസ്പൂൺ തന്നെ പൊടികൾ എടുക്കണേ. ഇതിപ്പോൾ ഒരു 1/2 to 1/4 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഇന്നൊരു 4 സ്പൂൺ മുളക് പൊടി. അന്നേച്ച് ഇത് പുളി അനുസരിച്ച് അതിനുള്ള വെള്ളം. ഇത് വാളംപുളി, നമ്മുടെ സാമ്പാർ പുളി പിഴിഞ്ഞതാ. ഇത് ഒന്ന് നോക്കിയേച്ച് വേണം അടുത്തത് ചേർക്കാൻ. കാര്യം ബാക്കി എല്ലാത്തിനേക്കാളും ഇച്ചിരി പുളി മുന്നേ നിൽക്കും. അപ്പോൾ അത് നോക്കിയേച്ച് വേണം ചേർക്കാൻ. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഉപ്പ് ചിക്കനകത്തും പിന്നെ ഗ്രേവിക്കകത്തും നമ്മൾ ഇടുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് കുഴച്ചേച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പം നമ്മൾ കുഴച്ച് വന്നപ്പം ഇച്ചിരി ഒരു ഡ്രൈ അല്ലേ, അപ്പം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാം. അതെന്നാന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമല്ല, അതൊന്ന് നനയാൻ വേണ്ടി മാത്രമാണ്. അന്നേച്ച് ഇതിനകത്തോട്ട് ഞാൻ ഈ കോഴി അങ്ങ് ഇടുക. ഈ മസാല ഒന്ന് നല്ലതായിട്ട് തിരുമ്മി ആ ചിക്കനെ തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ തിരുമ്മി വെച്ചേക്കുക. ഇതിനകത്ത് ഇച്ചിരി ആ മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റാൻ ഇട്ടേച്ച് ബാക്കി പരിപാടി ചെയ്യാം. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം. കാര്യം തേങ്ങ ചേർക്കുന്നതല്ലേ, അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഇച്ചിരി ടേസ്റ്റ്. ഇനിയിപ്പോൾ അല്ല ഇച്ചിരി മാറ്റമുള്ള ഏതെങ്കിലും സീഡിൻ്റെ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്തോ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തോട്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഒരു നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറത്തിൽ ഒന്ന് വാട്ടിയെടുക്കുക. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഓക്കെ, ഈ എണ്ണയിലോട്ട് ഞാനിതെൻ്റെ ഈ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണമെന്നൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഏനം പോലെ അതൊന്ന് അരിഞ്ഞെടുത്തേച്ചാൽ മതി. ഈ കുഞ്ഞായിട്ട് അരിയുമ്പോഴൊക്കെ നേരം പോലെ ആണെന്നല്ലോ നമ്മളിങ്ങനെ അതിൻ്റെ ആകൃതിയൊക്കെ തീരുമാനിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് എടുത്തേച്ച് ഒന്ന് അരയ്ക്കാം. 1 കിലോ ആണെങ്കിൽ അറിയാമല്ലോ, 1.5 വീതമാ. അപ്പം ഞാനിപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ ഒരു കുറച്ച് 1/2 ടീസ്പൂണിനകത്തും ബാക്കി ഞാൻ അരയ്ക്കാൻ നേരവും കൂടി ഇടുവേ. അതായത് 3/4 ഇടാം. അപ്പം പിന്നെ നമുക്കും കണക്ക് തെറ്റുകയല്ലോ. ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട്
ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് അങ്ങ് ഇടുക. അതിനകത്തും ചിക്കനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലതായിട്ട് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങ ഇടുവാന്നേരം വറുത്തരച്ചല്ലേ വെക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് പച്ചയ്ക്കായിട്ടാണ് വെക്കാൻ പോകുന്നത്. ഇനി അത് എങ്ങനെയാ വെക്കാൻ പോകുന്നത് നോക്കാം. ആദ്യം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിനകത്ത് ആദ്യം 1 കപ്പ് തേങ്ങായ 1 കിലോ കോഴിക്ക് ഇത് കറക്റ്റ് 1 കപ്പാ തിരുമ്മി വെച്ചേക്കുന്നത്. അപ്പൊ ഞാനിത് മുഴുവൻ ഇടുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണപ്പട്ട. ഇത് ഇച്ചിരി മെലിഞ്ഞതാ, മറ്റേ ഞാൻ നേരത്തെ കാണിക്കുന്ന പോലത്തെ വലിയ പട്ടയല്ല. അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ കഷ്ണം 2ആയിട്ട് ഒടിച്ചിട്ടേക്കുക. പിന്നെ ഒരു 3-4 ഗ്രാമ്പു. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി ജീരകവാ. ജീരകം ഒരു 1/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതിയേ. ഇതിന്റെ കൂട്ടത്തിൽ ബാക്കി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി 3/4 ടീസ്പൂൺ അതിനകത്ത് ഇട്ടു. ഇനി ഇതിനകത്തോട്ട് ഒരു 3/4. ഇനിയുള്ളത് നമ്മൾ മുളക് പൊടി എത്രയാ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കണം. ഇത് വേണ്ട ഞാൻ എടുത്തിരിക്കുന്ന സെയിം അല്ല, കുറച്ച് ചെറിയ സ്പൂൺ. അപ്പൊ ഇതിനൊരു 3/4 ഞാൻ എടുക്കത്തുള്ളൂ. നമ്മൾ അതിന് തന്നെ 4 സ്പൂൺ അല്ലേ ചേർത്ത്. അപ്പൊ 1 കിലോയ്ക്ക് 4 ടീസ്പൂൺ ആ കണക്ക്. എന്റെ അളവിന്. ഇനിയിപ്പോ ഓരോരുത്തർക്കും ഓരോ ഏതോ ഉണ്ടല്ലോ, അതനുസരിച്ച് ചേർത്തേക്കണേ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നതാണ് കശകശ. കശകശ നിറച്ച് 2 നല്ല സ്പൂൺ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇച്ചിരി കൂടിയാലും കശകശയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇറച്ചിക്കറിക്ക് എപ്പോഴും കശകശ ഉള്ളത് നല്ല സ്വാദാ. ഇനി ഇതിനെ ഒന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി മൂത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വലിയ പ്രയാസമൊന്നുമില്ല. കാര്യം തേങ്ങ ഒക്കെ വറക്കാൻ പറയുമ്പോഴാ പാടും ഒക്കെ. ഇതാകുമ്പോൾ അധികം പാടൊന്നുമില്ലല്ലോ. ഉള്ളി നല്ല ബ്രൗൺ കളറായി. ഇനി ഒരു ഇച്ചിരി കൂടി ഒന്ന് വാടി കഴിയട്ടെ. അപ്പത്തേക്ക് എന്നാന്നോ ഞാൻ ആ തേങ്ങ ഒന്ന് മഷി പോലെ അരച്ചെടുത്തോട്ടെ. ഇത് അരഞ്ഞിട്ടില്ല, ഇച്ചിരി കൂടി അരയാനുണ്ട്. നമ്മുടെ ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞ് അന്നേരം ഞാൻ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഞാൻ ആ ഉള്ളിയിലോട്ട് ഇടുക. പാത്രത്തിൽ വലുതായിട്ട് അരപ്പില്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒരു വെള്ളം ഞാൻ ഒഴിക്കുവാന്നേ. ഇനി ആ മസാല ഉണ്ടല്ലോ, ശരിക്കും ആ ഉള്ളിയും ഇറച്ചിയും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഇച്ചിരി ഒന്ന് ആവി കയറുന്ന സമയത്ത് നമുക്ക് ആ തേങ്ങയും കൂടെ ചേർക്കാം. ഇതിന് ശരിക്കും കറിവേപ്പില ഇട്ടു എന്നും പറഞ്ഞ് ദോഷമൊന്നുമില്ല. പക്ഷെ എന്നാലും മല്ലിയിലയുടെ ഫ്ലേവർ ഏറ്റവും കൂടുതൽ വരുന്ന മുന്നേ. ഓക്കെ, ഇനി ഇത് ഇവിടുന്ന് ഒന്ന് ആവി കയറട്ടെ. ഞാൻ ഇത് ബാക്കിയും കൂടെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം ഇതിനകത്ത്. നല്ല മഷി പോലെ അരയ്ക്കാനൊക്കത്തുള്ളൂ. ഇതിനകത്ത് ഇച്ചിരി ഒരു അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ സ്വാദ് കൂടും. ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഓക്കെ, ഇനിയിപ്പം നമ്മള് അരപ്പൊക്കെ ഒന്ന് മൂത്തു, ഒരു ചെറിയ വേവ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതേ അരച്ചു വെച്ച തേങ്ങ ഇതിനകത്തോട്ട് അങ്ങ് ഇടാൻ പോവാ. എന്നിട്ട് ഈ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ കറിയിലോട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇനി ഇതിന്റെ ചാറ് ചേർക്കുമ്പോൾ കുറച്ച് നോക്കി ചേർക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചോ. കാര്യം എന്നാന്നോ, ഈ തേങ്ങ ഇച്ചിരി കുറുവും. അപ്പൊ അതുകൊണ്ട് കട്ടി ചാറായി പോവും. ചിലർക്കാണെങ്കിൽ കട്ടിച്ചാറ് ഇഷ്ടമാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു കുറുകിയ പരുവത്തെക്കാട്ടിലും കുറച്ചൊരു ചാറുകറി പോലെ ആയ, ചാറുകറിയല്ല, ഒരു ഇച്ചിരി ഒരു ചിക്കൻ കറിയുടെ, ഒരു കൊഴുത്ത ചിക്കൻ കറിയുടെ ഒരു ഗ്രേവി പോലെ ആക്കി എടുക്കണേ ഇത്.
ഇനിയിപ്പോൾ അഥവാ ഒരു ഇച്ചിരി ഉപ്പ്, എരിവ്, പുളി ഇത് എല്ലാം ഒന്ന് ഇച്ചിരി കുറയുവാന്നേ തന്നെയും ഈ സമയത്ത് നമ്മൾ ചിക്കൻ ബാക്കിയും കൂടെ വേവാനിടുന്ന സമയത്ത് അതൊരു ഇച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്യുകയോ അല്ലെ എന്തെങ്കിലും ചെയ്യാം. കാര്യം എന്നാണെന്നറിയോ, ഞാനിപ്പോൾ ഇറച്ചി ഇതിനകത്തോട്ട് ഇട്ടേച്ചൊന്ന് മൂപ്പിച്ചില്ലായിരുന്നോ, ആ ഒരു നല്ല ചൂടായ ചീനച്ചട്ടിയിൽ ഓഫ് ചെയ്തേച്ചൊന്ന് മൂപ്പിച്ചെടുത്തിനകത്തോട്ട് ഇട്ടേച്ചാലും മതി. ഒരു കുഴപ്പമില്ല. എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്നോ തോന്നുവാന്നേൽ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് 2-3 പച്ചമുളക് ഇടുന്നുണ്ട്. ആ പച്ചമുളകിൻ്റെ കൂടെ എരിവ് നോക്കിയേച്ച് വേണം ഇത് ചേർക്കാൻ. ഈ തേങ്ങ എണ്ണയും കൂടെ എന്താ പറയുക ചേർന്ന് എണ്ണ നല്ലോണം തെളിയും. അപ്പോൾ ഈ നിറമല്ല, കുറച്ചുകൂടെ ഡാർക്കാവും. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഞാനൊരു ഇച്ചിരി മല്ലിയില ഇടുക. കറിവേപ്പില ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ സാധാ നമ്മളുണ്ടാക്കുന്ന ചിക്കൻ കറിയെ വെച്ച് കമ്പയർ ചെയ്യല്ല. ഇത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല. എല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ. ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കഴിക്കുന്നത്. അത് നമ്മളും ടേസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു പരീക്ഷണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഒരു ടേസ്റ്റ് ഇഷ്ടമാകുന്നതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അത്രേ ഉള്ളൂ. ഇനി ഇത് ചിക്കൻ ഒന്ന് വെന്താൽ മാത്രം മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അടുക്കള ഒരു ചെറിയ ചിക്കൻ കറി ആണെങ്കിലും ഒരു ചായ ആണെങ്കിലും ഒതുക്കാനുള്ളത് അവിടെ കിടപ്പുണ്ട്, ഇവിടെ വൃത്തിയാക്കാനുള്ളതുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വൃത്തിയാക്കി ഗസ്റ്റോടൊപ്പം നമുക്ക് നമ്മുടെ ഡൈനിങ്ങിൽ കാണാം. Let's cook with love.